ഒരു സ്കെയിലും പെന്നൊക്കെ എടുത്തുകൊണ്ട് പോരി. നമുക്കിന്നൊരു 3D ആയിട്ടുള്ളൊരു പടമാണ് നമ്മൾ വരയ്ക്കാൻ പോണത്. അതിനുവേണ്ടി നമ്മൾ 4 വശത്തും ഒരേ അളവിലുള്ള ഒരു സ്ക്വയറാണ് നമുക്ക് ആദ്യം ആവശ്യം. എന്നിട്ട് ഈ 4 വശത്തും ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ട് ഓരോ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് ഈ നടുക്ക് വരയ്ക്കുന്ന ലൈനിലും ഓരോ സെൻറ്റിമീറ്റർ ഇട്ട് പോയിൻ്റ് ഇടണം. എന്നിട്ട് അത് തമ്മിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ വരച്ചു കൊടുക്കണം. ഈ ലൈനാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇനിയുള്ള പരിപാടി ഒരു ടാസ്കിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോണത്. അതിൻ്റെ ഓരോ കോളം വിട്ട് വിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണേന് പരിപാടി. ആദ്യം നമുക്ക് കാണുമ്പോഴൊക്കെ ഭയങ്കര സിമ്പിളാന്ന് തോന്നും. പക്ഷേ ഒരെണ്ണം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പടം ഫുള്ളായിട്ടും കുളമാകും. അതുകൊണ്ട് നല്ല സമയമെടുത്ത് സാവകാശം വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിൽ വേണമെങ്കിൽ അവിടെ എന്തെങ്കിലും മാർക്ക് ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. എന്താ ഞാനങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു കോളം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കോളം കൂടി ഫില്ല് ചെയ്യേണ്ട ഒരു ടെൻഡൻസി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സമയം എടുത്താണ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ ഒരു വശം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, പിന്നെ അടുത്ത വശവും ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക്. ഞാൻ വരച്ച് വന്നപ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റൂമിൽ വെച്ചാണ് ലാസ്റ്റ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ 3D എഫക്റ്റ് ഉണ്ടായില്ലേ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ. Please like and subscribe.